ഹായ് ചങ്ങാടീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇങ്ങനെ ഇരുന്ന് സ്വാഗതം പറഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. സോ നല്ല രസമുണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പോൾ സ്വാഗതം പറയാനായിട്ട്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തുടരും എന്ന് പറഞ്ഞ മൂവി ഞാൻ ഇന്ന് കണ്ടു. അതായത് ഒരു അരമണിക്കൂറേ ആയിട്ടുള്ളൂ ഞാൻ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ നല്ല ചൂടോടെ പറയാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തുടരും കുറേ ദിവസമായിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ആണ്, 25th അത് 25th റിലീസായത്. അപ്പോൾ ഇന്ന് 28th ആയി. 2-3 ദിവസമായിട്ട് അതിന് ടിക്കറ്റേ കിട്ടുന്നുണ്ടായിരുന്നില്ല. ടിക്കറ്റ് ചാടിക്കയറി പോയതാണ് ഇന്ന്. സോ അപ്പോൾ ആ മൂവീൻ്റെ ഒരു റിവ്യൂ ആണ്. ബോറടിക്കില്ല എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നു. ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത്യാവശ്യ സമയങ്ങളുണ്ട്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ തുടരും. അങ്ങനെ നമ്മുടെ ശോഭന ലാലേട്ടൻ കോമ്പിനേഷൻ വീണ്ടും വന്നിരിക്കുകയാണ്. അതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പല സീനിലും അവരെ കാണുമ്പോൾ നമുക്ക് പണ്ടത്തെ സിനിമകളൊക്കെ ശരിക്കും ഓർമ്മ വരുന്നുണ്ട്. അത് നല്ല കിടിലം സംഭവമായിരുന്നു. അതുപോലെ സ്റ്റോറി ലൈൻ ഒന്നും ഇതിനു മുമ്പ് അങ്ങനെ വല്ലാണ്ട് അങ്ങനെ കേൾക്കുന്ന കഥകൾ കാര്യങ്ങളൊന്നുമല്ല. എനിവേസ് സിമ്പിൾ ആയിട്ട് പോകുന്ന ഒരു സ്റ്റോറി ലൈനാണ്. ഡയറക്ഷൻ വൈസ് അടിപൊളി. ഇതിൽ എടുത്ത് പറയേണ്ട കാര്യം ലാലേട്ടനൊപ്പത്തിനൊപ്പം നിൽക്കുന്ന വില്ലനാണ് പ്രകാശ് വർമ്മ. ഐ തിങ്ക് പ്രകാശ് വർമ്മ പേടച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആൾക്കാർ ഇങ്ങനെ തള്ളി മറയ്ക്കാൻ പാകത്തിനുള്ള പണ്ടത്തെ ലാലേട്ടനെ കണ്ടു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഒരു 8/10 അങ്ങനെ ഒരു റേഞ്ച് കിട്ടുന്ന ഒരു മൂവിയാണ് തുടരും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പണ്ടത്തെ ലാലേട്ടൻ ആരാ, മുണ്ടെടുത്ത ലാലേട്ടൻ വന്ന സീനാണ്. ഈ ഒരു ഫിലിമിനകത്ത് ഒരു 2-3 സീനുകൾ നല്ല കിടിലനായിരുന്നു. അത് ഈ പറയുന്ന പോലെ ഒരു പണ്ടത്തെ ലാലേട്ടൻ്റെ ഒരു അംശത്തിലേക്കൊക്കെ ഒന്ന് നമുക്ക് ജോയിൻ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ഇമോഷൻസ് സംഭവങ്ങളൊക്കെ, അതുപോലെ ആക്ഷൻ സീക്വൻസുകളൊക്കെ അടിപൊളിയായിരുന്നു. ഒരു മിക്സപ്പ് മൂവിയാണ് ഇത്. അതായത് നമുക്ക് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, അങ്ങനെയുള്ള ഒരു മിക്സപ്പ് മൂവിയാണ്. 10/10 കൊടുക്കാനുള്ള അത്രയും ഭയങ്കര എന്താ പറയുക, ഒരുപാട് അങ്ങ് ഭയങ്കര നല്ല മൂവിന്ന് അങ്ങനെയൊന്നുമില്ല. ഒരു ആവറേജ് പോരാ, ഒരു എബോവ് ആവറേജ് ഒരു മൂവി. അതായത് 8/10 അങ്ങനെയുള്ള ഒരു റേറ്റിംഗ് ഒക്കെയാണ് എനിക്ക് തോന്നിയത്. ഇത് എൻ്റെ ഒപ്പീനിയനാണ്. ഇനി ഞാൻ എൻ്റെ മോളുടെ കൂടെയാണ് പോയത്. അവളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആളുടെ ഒരു ഒപ്പീനിയനോ കിടുക്കൻ മൂവി എന്ന് പറയും. ബിക്കോസ് പണ്ടത്തെ ലാലേട്ടനെ ആൾ കണ്ടിട്ടില്ല, അതുകൊണ്ടും കൂടിയാണ്. അപ്പോൾ ഈ റിവ്യൂ പറയുന്ന ആൾക്കാർ ഭയങ്കരമായി അങ്ങനെ തള്ളിപ്പറഞ്ഞ്, അതായത് ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ട് തിയേറ്ററിലേക്ക് ആൾക്കാരെ കയറ്റാതിരിക്കുക. പിന്നെ എന്താ, ഹോണസ്റ്റ്ലി ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. എനിക്കൊരു 8/10 ഒക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയാനുള്ള 2-3 ഷോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാ പോലീസ് സ്റ്റേഷനിലുള്ള സീൻ, പിന്നെ ലാലേട്ടൻ പക്ക ഒരു നോർമൽ ഒരാളായിട്ട് പോകുന്ന ഒരു പടമായിട്ട് തോന്നി. അതായത് കുറേ ഓവറായിട്ടോ അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ലാതെ തരുൺ മൂർത്തി വളരെ കറക്റ്റായിട്ട് ആളെ യൂസ് ചെയ്തിട്ടുണ്ട്. ലാലേട്ട ഇനിയും പുതിയ ആൾക്കാർക്ക് ചാൻസസ് കൊടുക്കുക. കുറച്ചും കൂടി നല്ല നല്ല കഥകളൊക്കെ തിരഞ്ഞെടുത്ത് നിങ്ങൾ ലാലേട്ടൻ മോഹൻലാൽ തുടരും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആ ഒരു ടൈറ്റിൽ തന്നെ നമുക്കൊക്കെ ഇനിയും കാണണമെന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ശോഭന കോമ്പിനേഷൻ കിടലായിരുന്നു. ആ ഒരു കെമിസ്ട്രി അവർക്കുള്ളിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ ഇപ്പോൾ ദൃശ്യം വന്നപ്പോൾ ലാലേട്ടൻ മീന കോമ്പിനേഷൻ അതുപോലെയൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്കൊരു ഫസ്റ്റ് ഹാഫ് ഒക്കെ വരുന്നത് കുറച്ചൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ഇങ്ങനെ പതുക്കെ ലാഗ് എന്ന് പറയാനില്ല, എന്നിരുന്നാലും ഒരു ചെറിയൊരു ലാഗ് വൈസ് അങ്ങനെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു 10-15 മിനിറ്റ് അങ്ങ് കഴിഞ്ഞപ്പോഴത്തേനും ലാലേട്ടൻ്റെ ആ മുഖഭാവമൊക്കെ അങ്ങ് മാറി. ആ കണ്ണുക്കോടെയുള്ള ആക്ഷൻസ്, എന്തിനാണ് സംസാരിക്കുന്നത്, മുണ്ടുടുക്കേണ്ട ആ ഒരു സീനിലേക്കൊന്നും ഇല്ല, ജസ്റ്റ് ആ കണ്ണുകൊണ്ടുള്ള ആ ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടിലായിരുന്നു അത്. അങ്ങനെ എനിക്ക് എടുത്തെടുത്ത് പറയാൻ പറ്റുന്ന ഒരു 2-3 ഷോട്ടുകളാണ് ആ പടത്തിൽ മെയിൻ ആയിട്ടുള്ളത്. ചില സമയത്തൊക്കെ നമുക്ക് ആ ഇമോഷൻ, അതുപോലെ ഇമോഷൻ സീൻ നമുക്ക് അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഇമോഷൻ സീൻസ് ഒക്കെ വരുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടം വരും കേട്ടോ. എൻ്റെ മോളൊക്കെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. കറക്റ്റ് ഒരു പക്ക ഫാമിലി മൂവിയാണ്. എന്നിരുന്നാൽ കൂടിയിട്ടും എവിടെയൊക്കെയോ എന്തൊക്കെയോ കുറേശ്ശെ മിസ്സിങ് ഉള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒന്ന് എന്തോ ഒരു എവിടെയോ ഒരു കുറച്ചും കൂടി ആവാമായിരുന്നു, കുറച്ചും കൂടി ഒരു, ഇപ്പം തന്നെ 2.25 മണിക്കൂറുണ്ട് പടം. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ടിട്ട് ലാലേട്ടനെ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാമായിരുന്നു. വില്ലനായിട്ട് അഭിനയിച്ച ആള് കിടുക്കി, നമുക്ക് കാണുമ്പോൾ പിടിച്ചങ്ങ് ഇടിക്കാൻ തോന്നും, അത്രയ്ക്കും ഗംഭീരമായിട്ട് ആൾ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് വേറെ ഒരു സർപ്രൈസിങ് എലമെന്റ് ഉണ്ട്. പക്ഷെ അത് നമുക്കിപ്പം ഇതിൽ പറയാൻ പറ്റില്ല. മീൻസ് 2-3 ദിവസമല്ലേ ആയിട്ടുള്ളൂ, പടം ഇറങ്ങിയിട്ട് 2-3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഒരു സർപ്രൈസിങ് എലമെന്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എല്ലാവരും ഭയങ്കര ഓവറായിട്ട് പൊലിപ്പിച്ച് എക്സ്പെക്ട് ചെയ്യാതെ പോയി കണ്ടു കഴിഞ്ഞാൽ നല്ല മൂവിയാണ്, അതല്ലാന്ന് ആരും പറയില്ല. പിന്നെ എല്ലാവരും എമ്പുരാനെ വെച്ചിട്ടാണ് ഈ മൂവി കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടും കൂടിയാണ് ഈ മൂവി ഭയങ്കര ഒരു റേഞ്ചിലേക്ക് ഇങ്ങനെ ആൾക്കാർ ഹൈപ്പടിച്ച് പോകുന്നത്. അതുകൊണ്ടും കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം മൈ ഒപ്പീനിയൻ ആണ്, മൈ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ആൻഡ് മീ ഓൾസോ എ ലാലേട്ടൻ ഫാൻ.
ഇനിയും ഇങ്ങനത്തെ പടങ്ങൾ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കുറച്ചും കൂടി ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് വന്നാൽ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഒരു ലാലേട്ടൻ മൂവി പടം കാണാനുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ തള്ളല് അധികം വേണ്ട എന്നുള്ള ഒരു ഒപ്പീനിയൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പടം കാണാത്തവർ 1 ടൈം എങ്കിലും പോയി കാണാം, ബോറടിക്കത്തൊന്നുമില്ല. സംഭവം 2.25 മണിക്കൂറുണ്ടെങ്കിലും പടം അതിൻ്റെതായ ഒരു രീതിക്ക് പോകുന്നുണ്ട്. നല്ല ക്യാമറ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ഫിലിം ഡയറക്റ്റ് ചെയ്യുന്ന ആളിനെക്കാട്ടിലൊക്കെ നല്ലൊരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കാര്യം ഓപ്പൺ ആയിട്ട് ചോദിക്കുവാണ്, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ജോജു ജോർജിൻ്റെ പണി എന്ന് പറയുന്ന മൂവി കണ്ടവരാണ് എങ്കിൽ ജസ്റ്റ് നിങ്ങൾ ലൂസിഫർ തുടരും വെച്ച് കമ്പയർ ചെയ്യാതെ ഫസ്റ്റത്തെ ഡയറക്ടറിൻ്റെ കാര്യമുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് കേട്ടോ അത് പറയുന്നത്. ജോജു ജോർജിൻ്റെ പണി എന്ന മൂവിയാണോ ലാലേട്ടൻ്റെ തുടരും എന്ന് പറഞ്ഞ മൂവിയാണോ? സ്റ്റോറി ലൈൻ നമ്മൾ സ്റ്റാർഡം വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല, രണ്ടും ഒരു പ്രതികാര കഥ, അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈൻ ആയതുകൊണ്ടാണ് കേട്ടോ ചോദിക്കുന്നത്. ഏത് മൂവിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാനിപ്പം പറഞ്ഞത്. 1 ടൈം വാച്ചബിൾ ആണ്, നല്ല 1 ടൈം ഇഷ്ടംപോലെ നമുക്ക് കാണാം. 2ാം തവണ കാണാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കാണാമെന്ന് മാത്രം. ഭയങ്കര മാസമൊന്നും പ്രതീക്ഷിച്ചിട്ട് ആരും പോകണ്ട, എന്നാൽ നല്ല പടമാണ് താനും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. ഈ ഒപ്പീനിയനോട് യോജിക്കുന്നവർക്കും കമൻറ്റ് ചെയ്യാം, അല്ലാത്തവർക്കും കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു.